എന്തൊരു എളുപ്പമല്ലേ രാവിലെ ആകണതും രാത്രി ആകണതൊക്കെ. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ള ചോറിൻ്റെ വെള്ളം വെച്ചങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. കറിക്ക് നമ്മുടെ വീടിൻ്റെ എല്ലാവരും ഉയരത്ത് പൊങ്ങിയ ഈ മുരിങ്ങാമരം തന്നെ കേട്ടോ. കേട്ട പാതി കേൾക്കാത്ത പാതി ഇപ്പം കത്തിയെടുത്തിറങ്ങി വെട്ടാനായിട്ട്. പിന്നെ വെട്ടി നല്ല ഇല നോക്കി പൊട്ടിച്ചെടുത്ത് പിന്നെ ഊരാനുള്ള ഡ്യൂട്ടി ഇമ്മാക്ക് കൊടുത്തു കേട്ടോ. അത് പിന്നെ അവിടെ ഇരുന്ന് ഊരാൻ മതിയല്ലോ. രാവിലത്തെ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഈ പാത്രങ്ങളോടുള്ള യുദ്ധം തന്നെയാണല്ലോ. അതൊരു മഹായുദ്ധം തന്നെ. പാത്രം കഴുകി കഴിഞ്ഞ് പിന്നെ ഗ്യാസും നമ്മുടെ തിണ്ടൊക്കെ ഒന്ന് തുടച്ചിടുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. പക്ഷേ ആ സാറ്റിസ്ഫാക്ഷൻ കുറച്ച് നേരത്തേക്ക് മാത്രം. പിന്നെ ഉച്ചക്കൊക്കെയുള്ളത് നോക്കാനായില്ലേ. ഈ മീനിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനിതിന് പേരറിയാം മീൻ എന്നാട്ടോ വിളിക്കണേ. അതിൻ്റെ ഇടയിൽ ചോറായി, ചോറ് ഊറ്റിയിടലായി. പിന്നെ നമ്മുടെ പണി കഴിക്കുമ്പോഴേക്കും ഇരട്ടിക്ക് പണി തരാമെന്ന് ചിന്തിക്കുന്ന രണ്ടാളാണ് ഇത്. ഓൽക്കൊന്നും സ്കൂളില്ലാത്തതിൻ്റെ പൊലിവാണത്. പിന്നെ നമ്മുടെ കറി അങ്ങ് തൂമിച്ചെടുത്തു. നമ്മുടെ പേരറിയാം മീൻ അങ്ങോട്ട് പൊരിച്ചെടുത്തു കേട്ടോ. പിന്നെ ചോറും ചക്കക്കുരു മുരിങ്ങയും കറിയും മീനും നല്ല മാങ്ങച്ചാറും കൂട്ടി നല്ലൊരു പിടി പിടിച്ചു.